ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ രസതന്ത്രത്തിന്റെ പീരിയോഡിക് ടേബിളിന്റെ രണ്ടാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ 8 വിവരങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പഠിച്ചിരുന്നത്. നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ്സിൽ 9 മുതൽ 15 വരെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യം നിങ്ങൾ ഒരു റഫ് കടലാസ് എടുത്ത് ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷം ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി എന്റെ ക്ലാസ് വൃത്തിയായി അറ്റൻഡ് ചെയ്യുക. പഠിച്ചതിന് ശേഷം നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ എഴുതുക, അതിന്റെ താഴെ ഉത്തരങ്ങൾ എഴുതുക, വൃത്തിയായ നോട്ട് പ്രിപ്പയർ ചെയ്യുക, കൂടെ പഠിക്കുക. ആദ്യം നിങ്ങൾ ഒരു റഫ് കടലാസ് എടുത്ത് ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾ എഴുതുക. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ട വിവരങ്ങൾ. ഓക്കെ മക്കളെ, ഒരു കടലാസ് എടുക്കുക. ചോദ്യം നമ്പർ 9. സബ് ഷെല്ലുകൾ എന്നാൽ എന്ത്? അവയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് എങ്ങനെ? ചോദ്യം 10. ഓരോ സബ് ഷെല്ലിനും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര വീതമാണ്? ചോദ്യം 11. ഓരോ മെയിൻ ഷെല്ലിലും ഏതെല്ലാം സബ് ഷെല്ലുകളാണ് ഉള്ളത്? അവയ്ക്ക് നമുക്ക് എങ്ങനെ പേര് നൽകാം? ഓരോ മെയിൻ ഷെല്ലിലും ഏതെല്ലാം സബ് ഷെല്ലുകളാണുള്ളത്? അവയ്ക്ക് നമുക്ക് എങ്ങനെ പേര് നൽകാം? ചോദ്യം 12. 1s മുതൽ 4D വരെ സബ് ഷെല്ലുകളെ ഊർജം കൂടി കൂടി വരുന്ന ക്രമത്തിൽ വിന്യസിക്കുന്നത് എങ്ങനെ? 1s മുതൽ 4D വരെ സബ് ഷെല്ലുകളെ ഊർജം കൂടി കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിക്കുന്നത് എങ്ങനെ? ചോദ്യം 13. ബെറിലിയം 4 ബോറോൺ 5 കാർബൺ 6 എന്നിവയുടെ സബ്ഷെൽ ക്രമ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. സബ്ഷെൽ ക്രമ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ബെറിലിയം 4, ബോറോൺ 5, കാർബൺ 6 എന്നിവയുടെ സബ്ഷെൽ ക്രമ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ചോദ്യം 14. നൈട്രജൻ 7, ഫ്ലൂറിൻ 9, സോഡിയം 11, അലൂമിനിയം 13, ക്ലോറിൻ 17, ആർഗൺ 18 എന്നിവയുടെ സബ് ഷെൽ ക്രമ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. നൈട്രജൻ 7, ഫ്ലൂറിൻ 9, സോഡിയം 11, അലൂമിനിയം 13, ക്ലോറിൻ 17, ആർഗൺ 18 എന്നിവയുടെ സബ് ഷെൽ ക്രമ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ചോദ്യം 15. ടൈറ്റാനിയം 22, വനേഡിയം 23 എന്നിവയുടെ സബ് ഷെൽ ക്രമ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. 9 മുതൽ 15 വരെ ചോദ്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ടത്. വളരെ വ്യക്തമായും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്കാദ്യം ഇന്നലെ നമ്മൾ ഷെല്ലുകൾ എന്താണെന്ന് പഠിച്ചു. എല്ലാ ആറ്റങ്ങൾക്കും ഒരു കേന്ദ്രമുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും
ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പാതകൾ, ആ പാതകൾക്ക് നമ്മൾ ഷെല്ലുകൾ എന്ന് പറഞ്ഞു. ഈ ഷെല്ലുകൾ ഓരോ ഷെല്ലിലൂടെയും ഒഴുകുന്ന ഇലക്ട്രോണുകൾക്ക് ഓരോ പ്രത്യേക ഊർജ നിലവാരമുള്ളതുകൊണ്ട് ഈ ഷെല്ലുകളെ ഊർജ നിലകൾ എന്ന് പറയാം. എനർജി ലെവലുകൾ, ഊർജ നിലകൾ. ഊർജ നിലകൾ എന്ന് പറയാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഓരോ പ്രധാന ഊർജ നിലകളെയും വ്യത്യസ്ത ഉപ ഊർജ നിലകളായി വിഭജിച്ചിട്ടുണ്ട്. ഓരോ പ്രധാന ഊർജ നിലകളെയും, അതായത് ഓരോ ഷെല്ലുകളെയും പല ഉപ ഊർജ നിലകളായി വിഭജിച്ചിട്ടുണ്ട്. ഈ ഉപ ഊർജ നിലകളാണ് സബ് ഷെല്ലുകൾ. ഓരോ പ്രധാന ഊർജ നിലകളെയും വിവിധ ഉപ ഊർജ നിലകളായി വിഭജിച്ചിട്ടുണ്ട്. ഈ ഉപ ഊർജ നിലകൾ, ഈ ഉപ ഊർജ നിലകളാണ് സബ് ഷെല്ലുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് സബ് ഷെല്ലുകൾ? പ്രധാന ഊർജ നിലകളായ ഷെല്ലുകളെ പല ഉപ ഊർജ നിലകളായി വിഭജിച്ചിട്ടുണ്ട്. ഈ ഉപ ഊർജ നിലകളാണ് സബ് ഷെല്ലുകൾ. ഷെല്ലുകൾക്ക് പേര് നൽകിയത് ഇന്നലെ നിങ്ങൾ ഓർക്കുമല്ലോ. വലിയ അക്ഷരത്തിൽ KLMN ഇങ്ങനെ പേരുകൾ നൽകുന്നു. അതേപോലെ ഉപ ഊർജ നിലകളായ സബ് ഷെല്ലുകൾക്കും പേരുകൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും ചെറിയ സബ് ഷെല്ലിനെ എസ് സബ് ഷെൽ എന്നും അതിനേക്കാൾ അല്പം വലിയത് പി, തുടർന്ന് ഡി, എഫ്, 4 സബ് ഷെല്ലുകളാണുള്ളത്. എസ്, പി, ഡി, എഫ്. സബ് ഷെല്ലുകളുടെ പേരുകൾ ചെറിയ അക്ഷരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഓർക്കണം. എസ് എന്ന സബ് ഷെൽ ഏറ്റവും ചെറിയ സബ് ഷെല്ലാണ്. അതിന് 2 ഇലക്ട്രോണുകൾ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. പി എന്ന സബ് ഷെല്ലിന് 6 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയും. ഡി എന്ന സബ് ഷെല്ലിന് 10 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയും. എഫ് എന്ന സബ് ഷെല്ലിന് 14 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയും. ഏറ്റവും ചെറിയ സബ് ഷെൽ എസ് ആണ്. അതിന് 2 ഇലക്ട്രോണുകളെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. ഏറ്റവും വലിയ പെട്ടി, ഏറ്റവും വലിയ ചാർട്ട് സബ് ഷെൽ എഫ് ആണ്. അതിന് 14 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയും. സബ് ഷെല്ലുകളുടെ പേര് എസ്, പി, ഡി, എഫ് എന്നീ ചെറിയ അക്ഷരങ്ങളാണ്. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14 ഇലക്ട്രോണുകൾ. ഇനി ഈ സബ് ഷെല്ലുകൾ നോക്കുക. കെ എന്ന മെയിൻ ഷെൽ പരിഗണിച്ചാൽ, അതിൽ 2 ഇലക്ട്രോണുകളെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. അപ്പോൾ കെ എന്ന സബ് ഷെല്ലിന്, കെ എന്ന മെയിൻ ഷെല്ലിന് ഒരു സബ് ഷെൽ മാത്രമേ ആവശ്യമുള്ളൂ. ഒന്നാമത്തെ സബ് ഷെല്ലായ എസിൽ 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാം. കെ മെയിൻ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളെ ഉള്ളൂ. അതുകൊണ്ട് കെ എന്ന മെയിൻ ഷെല്ലിലെ ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാൻ എസ് എന്ന ഒരു സബ് ഷെൽ മാത്രമേ ആവശ്യമായി വരൂ. അടുത്ത മെയിൻ ഷെല്ലായ എല്ലിൽ 8 ഇലക്ട്രോണുകളുണ്ട്. ഇതിൽ എസ് എന്ന സബ് ഷെല്ലുണ്ട്. 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയും. 6 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അതുകൊണ്ട് അതിന് രണ്ടാമത് ഒരു സബ് ഷെൽ കൂടി വേണം. പി എന്ന സബ് ഷെൽ വേണം. തുടർന്ന് നമുക്ക് എമ്മിലേക്ക് പോകാം. എമ്മിൽ 18 ഇലക്ട്രോണുകളുണ്ട്. എസിൽ 2 ഇലക്ട്രോണുകളെ നിറയ്ക്കാം. പിയിൽ 6 ഇലക്ട്രോണുകളെ നിറയ്ക്കാം. 6ഉം 2ഉം 8. ഡിയിൽ 10 ഇലക്ട്രോണുകളെ നിറയ്ക്കാം. അപ്പോൾ എം എന്ന മെയിൻ ഷെല്ലിലെ ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ 3 സബ് ഷെല്ലുകൾ ആവശ്യമുണ്ട്. എസും വേണം, പിയും വേണം, ഡിയും വേണം.
ഇനി നമുക്ക് N എന്ന മെയിൻ ഷെല്ലിലേക്ക് പോയാൽ 32 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഇവിടെ നിങ്ങൾ നോക്കുക, എല്ലാ ഷെല്ലിലും പൊതുവായി ഒരു സബ്ഷെൽ കാണാനുണ്ട്, എസ്. ഒന്നാമത്തെ ഷെല്ലിലുള്ള എസ് എന്ന സബ്ഷെല്ലിന് നമുക്ക് 1s എന്ന് കൊടുക്കാം. ഒന്നാമത്തെ ഷെല്ലിലുള്ള എസ് എന്ന സബ്ഷെല്ലിന്റെ പേര് 1s എന്നാണ്. രണ്ടാമത്തെ ഷെല്ലിലുള്ള എസ് എന്ന സബ്ഷെല്ലിന്റെ പേര് 2s എന്നാണ്. മൂന്നാമത്തെ ഷെല്ലിലുള്ള എസ് എന്ന സബ്ഷെല്ലിന്റെ പേര് 3s എന്നാണ്. നാലാമത്തെ ഷെല്ലിലുള്ള എസ് എന്ന സബ്ഷെല്ലിന്റെ പേര് 4s എന്നാണ്. അതായത് ഓരോ ഷെല്ലിലും കിടക്കുന്ന സബ്ഷെല്ലിന് വേറെ വേറെ പേരാണ്. ഒന്നാമത്തെ ഷെല്ലിലുള്ള എസ് സബ്ഷെല്ലിന് 1s എന്നും, രണ്ടാമത്തെ ഷെല്ലിലുള്ള എസ് സബ്ഷെല്ലിന് 2s, മൂന്നാമത്തേതിൽ 3s, നാലാമത്തേതിൽ 4s. ഇനി നമുക്ക് ഈ കാര്യം നോക്കാം. പി, ഒന്നാമത്തെ ഷെല്ലിന് പി ഇല്ല, രണ്ടാമത്തെ ഷെല്ലിനാണ് പി ഉള്ളത്. അതുകൊണ്ട് അവനെ 2p എന്ന് പറയാം. 3p, 4p. ഇനി ഡി നോക്കാം. ഒന്നാമത്തിന് ഡി ഇല്ല, രണ്ടാമത്തിന് ഡി ഇല്ല, മൂന്നാമത്തതിൽ ഡി വരുന്നു, നാലാമത്തതിൽ ഡി വരുന്നു, നാലാമത്തതിൽ എഫ് വരുന്നു. എഫ് നോക്കുക, ഒന്നിലില്ല, രണ്ടിലില്ല, മൂന്നിലില്ല, 4ലാണ് ആദ്യമായി എഫ് വരുന്നത്. അപ്പോൾ സബ് ഷെല്ലുകളെ നമ്മൾ, മെയിൻ ഷെല്ലുകളെ നമ്മൾ പേര് കൊടുത്ത് എങ്ങനെയായിരുന്നു? കെ, എൽ, എം, എൻ. ഊർജം കൂടി കൂടി വരുന്ന ക്രമത്തിൽ മെയിൻ ഷെല്ലുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പറയുക, ആദ്യം കെ, പിന്നെ എൽ, പിന്നെ എം, എൻ. സബ് ഷെല്ലുകളെ പറയാൻ പറഞ്ഞാൽ എസ്, പി, ഡി എന്ന് പറയാൻ പാടില്ല, അത് തെറ്റാണ്. നിങ്ങളിങ്ങനെ പറയണം: 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f. ഇതാണ് അകന്ന് വരുന്ന ക്രമത്തിൽ സബ്ഷെല്ലുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആദ്യമായി വരുന്നത് 1s, പിന്നെ വരുന്നത് 2s, പിന്നെ വരുന്നത് 2p, പിന്നെ വരുന്നത് 3s, പിന്നെ വരുന്നത് 3p, 3d, 4s, 4p, 4d. ഇങ്ങനെയാണ് ഷെല്ലുകൾ നമ്മൾ എഴുതുക. ഇവിടെ 3s, 3p, 3d, ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 3pയിൽ 4s വരുന്ന സ്ഥലത്ത് അകലത്തിലല്ല, ഇവിടെ 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് തുടർന്ന് ഞാൻ പറഞ്ഞുതരാം. 3p, 3d, 4s അവിടെ ചെറിയ ഒരു വ്യത്യാസം എനർജി ലെവലിലുണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. കെ, എൽ, എം, എൻ എന്ന് പറയുമ്പോൾ സബ്ഷെൽ ക്രമം 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഷെൽക്രമം കെ, എൽ, എം, എൻ. സബ്ഷെൽ ക്രമം ഒന്ന് പറഞ്ഞു നോക്കിയേ: 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f. ഇതാണ് നമ്മുടെ ക്രമം. അകന്ന് വരുന്ന ക്രമം ഇതാണ്. ഓക്കെ, വളരെ നന്നായി ശ്രദ്ധിച്ചിത് പഠിക്കണം. 1ൽ എസ് മാത്രം, 2ൽ എസും ബിയും, 2s, 2p, 3ൽ എസും ബിയും ഡിയും, 3s,
3p 3d. 4ൽ എസും ബിയും ഡിയും എഫും 4s 4p 4d 4f. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇടയ്ക്ക് കോമ ഇടരുത്. രണ്ട് ഷെല്ലുകൾക്ക് ഇടയ്ക്ക് കോമ ഒരിക്കലും ഇടരുത്. നമ്മൾ 10ാം ക്ലാസ്സിൽ തുടക്കമായതുകൊണ്ട് ഇടാതെ ശീലിക്കണം. അതാണ് ചെയ്യേണ്ടത്. ചില ഉയർന്ന ക്ലാസ്സുകളിലെ കെമിസ്ട്രി ടെസ്റ്റിൽ ഇട്ടിട്ടൊക്കെ കാണാം. എന്നാൽ ഞങ്ങൾ ഇടാതെ ഇട്ട് ശീലിക്കണം. ഓക്കെ? ഇവിടെ നമ്മൾ ഷെല്ലിന്റെ ക്രമം പറഞ്ഞിരുന്നു. സബ് ഷെല്ലിന്റെ ക്രമം 1s 2s 2p 3s 3p 3d 4s 4p 4d 4s. ആദ്യം ഇലക്ട്രോണുകൾ 1sൽ നിറയും. ബാക്കിയുണ്ടെങ്കിൽ അത് 2sലേക്ക് പോകും. എന്നിട്ടും തീരുന്നില്ലെങ്കിൽ 2pയിലേക്ക് പോകും. എന്നിട്ടും തീരുന്നില്ലെങ്കിൽ 3sലേക്ക് പോകും. തുടർന്ന് 3pയിലേക്ക് പോകും. അത് കഴിഞ്ഞ് 3dയിലേക്ക് അല്ല പോവുക, അത് 4sലേക്ക് പോകും. 4sൽ നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രം അത് 3dയിലേക്ക് വരും. 3d നിറഞ്ഞാൽ അത് 4pയിലേക്ക് പോകും. 4p കഴിഞ്ഞാൽ 4p, അത് കഴിഞ്ഞാൽ 4dയിലേക്കല്ല 5sലേക്കാണ് പോവുക. 10ാം ക്ലാസ്സിൽ നമ്മൾ ഇവിടം വരെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. തുടർന്നുള്ള പോക്ക് നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. ഓക്കെ? അപ്പോൾ ഇതുവരെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഓർക്കാൻ മതി. ഊർജം കൂടി കൂടി വരുന്ന ക്രമത്തിൽ ഷെല്ലുകളെ വിന്യസിച്ചാൽ അകലം കൂടി കൂടി വരുന്ന ക്രമത്തിൽ ഇതാണ്. എന്നാൽ ഊർജം കൂടി കൂടി വരുന്ന ക്രമത്തിൽ 1s 2s 2p 3s 3p 3d അല്ല 4s, അത് കഴിഞ്ഞാൽ 3d. ഇവിടം വരെ നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ടതുള്ളൂ. ഞാൻ നിങ്ങൾക്ക് തന്ന ചോദ്യത്തിൽ 1s മുതൽ 4d വരെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3d വരെ എഴുതിയാൽ മതി. തന്ന 12ാം നമ്പർ ചോദ്യത്തിൽ 1s മുതൽ 4d വരെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് 3d വരെ സബ്ഷെല്ലുകൾ എഴുതിയാൽ മതി. ഇവിടം വരെ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. ഇതാണ് സബ്ഷെൽ ക്രമം. ഓക്കെ? 4d വരെ പഠിക്കേണ്ട, 3d വരെ പഠിച്ചാൽ മതി. ഓക്കെ? നമുക്കിനി അറ്റോമിക സംഖ്യ 4 ഉള്ള ബെറിലിയത്തിന്റെ സബ്ഷെൽ ക്രമ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. ബെറിലിയത്തിന്റെ ആറ്റോമിക സംഖ്യ 4 ആണ്. അതായത് 4 ഇലക്ട്രോണുകളുള്ള ബെറിലിയത്തിന്റെ സബ്ഷെൽ ക്രമ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. നോക്കുക, ബെറിലിയത്തിന് 1 എന്ന സബ്ഷെല്ലുണ്ട്. എസിൽ 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാം. 1s2. ബെറിലിയത്തിന് 4 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ഇനിയുള്ള അടുത്ത 2 ഇലക്ട്രോണുകൾ 2sൽ നിറയും. അപ്പൊ ബെറിലിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2. ഇനി നോക്കുക, ബെറിലിയം ബോറോൺ 5 ആറ്റോമിക സംഖ്യയുള്ള ബോറോൺ. ആറ്റോമിക സംഖ്യ 5 ഉള്ള ബോറോണിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. ആദ്യമായി വരുന്ന സബ്ഷെൽ 1s ആണ്. ഇതിനകത്ത് 2 ഇലക്ട്രോണുകളെ മാത്രമേ നമുക്ക് നിറയ്ക്കാൻ കഴിയൂ. 1s കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന സബ്ഷെൽ 2s ആണ്. എസിൽ 2 ഇലക്ട്രോണുകളെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ കഴിയൂ. 2s2. 2 2 4 ഇലക്ട്രോൺ ആയി. ഇനി 1 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. 2s കഴിഞ്ഞാൽ അടുത്ത സബ്ഷെൽ 2p ആണ്. 1s2 2s2 2p1. ഇതാണ് ബോറോണിന്റെ കോൺഫിഗറേഷൻ. കാർബണിന്റെ ആറ്റോമിക സംഖ്യ 6 ആണ്.
കാർബണിന്റെ ആറ്റോമിക സംഖ്യ 6 ആണ്. ഇതിന്റെ കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യമായി വരേണ്ട ഷെൽ 1s. 1s s ആയതുകൊണ്ട് 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാം. തുടർന്ന് വരേണ്ട സബ്ഷെൽ 2s, 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാം. തുടർന്ന് വരുന്ന സബ്ഷെൽ 2p, 6 ഇലക്ട്രോണുകളെ വരെ പിക്ക് ഉൾക്കൊള്ളാം. പക്ഷെ ഇവിടെ കാർബണിന് 6 ഇലക്ട്രോണുകളുണ്ട്. 2 1s പോയി, 2 2s പോയി. ഇനി ബാക്കിയുള്ള 2 2p പോകും. 1s2, 2s2, 2p6. ഇതാണ് കാർബൺ 6ന്റെ ഇലക്ട്രോൺ വിന്യാസം. സബ്ഷെൽ ക്രമ ഇലക്ട്രോൺ വിന്യാസം 1 മുതൽ 36 വരെ ആറ്റോമിക സംഖ്യകളുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പരീക്ഷയ്ക്ക് വരും. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി നമുക്ക് നോക്കാം. സോഡിയം 7. ഇവിടെ എഴുതുന്നത് ആറ്റോമിക സംഖ്യയാണ്, അത് ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഫ്ലൂറിൻ 9, സോഡിയം 11. ഫ്ലൂറിൻ 9, സോഡിയം 11, അലുമിനിയം 13, ക്ലോറിൻ 17, ആർഗൺ 18. ഇവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്കുക. സോഡിയത്തിന് 1s 2, 2s 2, 2p 3. ആദ്യത്തെ ഷെൽ 1s, അതിൽ 2 നിറഞ്ഞു. പിന്നത്തെ ഷെൽ 2s, 2 നിറഞ്ഞു. കഴിച്ച് 3 ഇലക്ട്രോണേ ഉള്ളൂ, അത് 2p എന്ന് പറഞ്ഞു. ഫ്ലൂറിന്റെ എങ്ങനെ എഴുതാം? 1s2, 2s2, 2p. 2 2 4. 4 കഴിച്ചാൽ 5 ഇലക്ട്രോണുകളുണ്ട്. പിയിൽ 5 ഉൾക്കൊള്ളാവുന്നതാണ്. സോഡിയത്തിനെ നോക്കുക. 1s2, 2s2, 2p. 2 2 4 കഴിച്ച് 7 ഉണ്ട്. പിയിൽ 7 എഴുതാൻ നമുക്ക് കഴിയില്ല. കാരണം പിക്ക് 6 ഇലക്ട്രോണുകൾ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. അതുകൊണ്ട് പിയിൽ 6 ഇലക്ട്രോണുകൾ. അപ്പോൾ 1s, 2s, 2p. അത് കഴിഞ്ഞ് 3s വരും. 3s1. സോഡിയത്തിന്റെ കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s1. അലുമിനിയം 13ന്റെ നോക്കാം. 1s2, 2s2, 2p6. 2 4 6 10. ഇനി 3 ഉണ്ട്. 3s. എസിൽ 2 മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. 3s, 3p. 1s2, 2s2, 2p6, 3s2, 3p1. ക്ലോറിൻ 17ലേക്ക് പോകാം. 1s2, 2s2, 2p6. 2 4 10. 3s2, 2 4 10 12. ഇനി 5 ബാക്കിയുണ്ട്. 3s കഴിഞ്ഞു. 3p. 2 4 10 12. 5 ബാക്കി. ഇതാണ് ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് ആർഗൺ 18 നോക്കാം. 1s2, 2s2, 2p6. 2 4 10. 2p കഴിഞ്ഞു. 3s. 3sൽ 2 നിൽക്കാൻ പറ്റൂ. 2 4 10 12. 6 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. 3s കഴിഞ്ഞു. 3p. ഓക്കെ. അതായത് ആദ്യം 1s നിറയ്ക്കണം, മാക്സിമം 2 ഇലക്ട്രോൺ. തുടർന്ന് 2s 2 ഇലക്ട്രോൺ, 2p 6 ഇലക്ട്രോൺ, 3s 2 ഇലക്ട്രോൺ, 3p 6 ഇലക്ട്രോൺ, 3d 10 ഇലക്ട്രോൺ. ഓക്കെ. നോക്കുക, ആർഗൺ വരെ ഇപ്പോൾ നമ്മൾ എഴുതി പഠിച്ചു. ഇനി 15ാം ചോദ്യം ടൈറ്റാനിയം 22 വനേഡിയം 23 സബ്ഷെൽ ക്രമ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ്. നിങ്ങൾ സ്വയം ഉത്തരം എഴുതുക. അടുത്ത ക്ലാസിന്റെ തുടക്കത്തിൽ അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം. മക്കൾ, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആറ്റോമിക സംഖ്യ തന്നാൽ സബ്ഷെൽ ക്രമ ഇലക്ട്രോൺ വിന്യാസം എഴുതൽ. നന്നായി എഴുതി ശീലിക്കുക.
അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ വിവരം ഒന്നും കൂടി പറഞ്ഞിട്ടാണ് അടുത്ത ക്ലാസ് തുടങ്ങുക. ഓക്കെ, വളരെ നന്നായി ഈ പാഠഭാഗങ്ങൾ പഠിക്കുക. ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ് തീരുകയാണ്. താങ്ക് യു.